ഇത് വീഡിയോ ഞാൻ ഇതുവരെ ഓൺ ആക്കിയില്ലായിരുന്നു, സോറി. സോ ഇതുവരെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇപ്പം രണ്ട് നമ്പേഴ്സ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ്, സബ്സ്ട്രാക്ട് ചെയ്യേണ്ട നമ്പറിന് ടൂസ് കോംപ്ലിമെൻറ്റ് എടുത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കണ്ടീഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇഫ് ഗെറ്റ് എ ക്യാരി, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ടൂസ് കോംപ്ലിമെൻറ്റ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ദ റിസൾട്ട് ഈസ് എ പോസിറ്റീവ് നമ്പർ ആൻഡ് അവോയ്ഡ് ദ ക്യാരി, ദ റിമൈനിങ് ഈസ് മൈ റിസൾട്ട്. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ, ഇഫ് ദർ ഇസ് നോ ക്യാരി the result will be negative number, so it is in a two's complement form. You should take a two's complement to get the result. Example പറയുമ്പോൾ correct ആവും. Consider I just want to reduce two number, that is I just made 5 minus 2. 5 minus 2 നമുക്കറിയാം അതിൻ്റെ റിസൾട്ട് നമുക്ക് 3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 5 എന്ന് പറയുന്നത് 101 ആണ് 5 എന്ന് പറയുന്നത്. ആൻഡ് 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് പറയുന്നത് പ്ലസ് 2 എന്ന് പറയുന്നത് 010 ആണ്. സോ ദറ്റ് ഈസ് 010 ഈസ് മൈ 2. ആൻഡ് ടു ടേക്ക് ദ ടൂസ് കോംപ്ലിമെൻറ്റ് ഓഫ് 2. 2ൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്താണ്? 1's കോംപ്ലിമെൻറ്റ് 101 ആണ്, പ്ലസ് 1 ഈസ് ദ ടൂസ് കോംപ്ലിമെൻറ്റ്. സോ ദറ്റ് ഈസ് 110 is the 2's complement of 2. So I have 5, that is 101, and the 2's complement of 2 is 110. So I just want to add these two. 1 plus 0 1, 1 plus 0 1, 1 plus 1 0 with carry 1. So there is a carry. So the result containing a carry. So we have a carry. So if carry positive number, then the result is positive. So what will be the answer? 011 is the answer, that is 3. That is, we know that 5 minus 2 is 3. Okay, so this is the thing. Okay, അപ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ടൂസ് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ, സബ്സ്ട്രാക്ട് ചെയ്യാൻ ടൂസ് കോംപ്ലിമെൻറ്റ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ക്യാരി ഉണ്ടെങ്കിൽ ദ റിസൾട്ട് ഈസ് പോസിറ്റീവ്. അനദർ എക്സാമ്പിൾ എടുക്കാം. 2 minus 5 തന്നെ എടുക്കാം. 2 minus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം -3 ആണെന്നറിയാം. ഓക്കെ, ജസ്റ്റ് 2 ഈസ് 011 is my 2. And what is 5? 5 is 2's complement. What is 5? 5 is 101 is 5. 4 plus 1 5, and plus 1 is the 2's complement. So that is 1's complement കണ്ടില്ല. 1's complement 5ൻ്റെ 010 ആണ്, പ്ലസ് 1, that is 011 is ഏതാണ്? sorry, thank you. Okay, so you got 011 as 5's 2's complement. So I got 010, that is 2, and 011, that is 5's 2's complement. I just add these two numbers. So what we get is this is 1, and 1 plus 0, 1. 1 plus 1 is 0, with the remaining carry is 1. 0 plus 0 0, and this carry 1, and the carry is here. The carry is 0. Carry 0 ആണ്. If the carry is 0, the result is negative, hence in 2's complement form. 2's complement form.
ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദ റിസൾട്ട്. അപ്പോൾ 101 ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ്. അതിൻ്റെ ഈക്വലന്റ് നമ്പർ എത്രയാണ്? സോ ദിസ് ഈസ് 1 2 4 and this will be negative. So -4 plus 1 is -3. You could either take in this ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഒരു നമ്പർ ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നമ്പർ കാണാനായിട്ട് നമ്മൾ ഇന്നലെ 2-3 എക്സാമ്പിൾ നോക്കിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നുകൂടി അതിൻ്റെ ടൂസ് കോംപ്ലിമെന്റ് എടുത്താൽ മതി. ഒന്നുകൂടി എങ്ങനെ ചെയ്തിട്ട് ടൂസ് കോംപ്ലിമെന്റ് എടുക്കാം? ഇതൊരു നെഗറ്റീവ് ഫോമിലാണെന്ന് മനസ്സിലായി. സോ യഥാർത്ഥ ഡാറ്റ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഇതിൻ്റെ എഗെയിൻ ടൂസ് കോംപ്ലിമെന്റ് എടുത്താൽ മതി. എഗെയിൻ ടൂസ് കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 1 0 plus 1. So 0 1 1 is 3. And so the negative number ആണെന്ന് നമുക്ക് മനസ്സിലായി, ക്യാരി ഇല്ലാത്ത കാരണം. സോ ദാറ്റ് ഈസ് മൈനസ്. സോ അതിനേക്കാൾ എളുപ്പം നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ മെത്തേഡിൽ കാണുവാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഒരു നമ്പർ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പം ഇഫ് ദർ ഈസ് എ ക്യാരി പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ക്യാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാരി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആവുന്ന ക്യാരി വരുമ്പോഴാണ് ക്യാരി ഉണ്ട് എന്ന് പറയുന്ന അസംഷനിൽ എടുക്കുന്നത്. ഇഫ് ദർ ഈസ് എ ക്യാരി, the result is a positive number. If there is no carry, that is carry is 0, then that is a negative number. Negative number ആണെങ്കിൽ അത് ടൂസ് കോംപ്ലിമെന്റ് ഫോമിലാണ്. സോ we have to recover the data. Again ടൂസ് കോംപ്ലിമെന്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് നമ്പറിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമ്മൾ മെത്തേഡ് നോക്കി ആ മെത്തേഡിൽ നമുക്ക് ഇത് ചെയ്യാം. ഇതുപോലെ ഏത് നമ്പറിൻ്റെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ ഫൈൻ. പറഞ്ഞോളൂ. ആ ക്യാരി ആണെങ്കിൽ ആ വാല്യൂ പോസിറ്റീവ് ആണെന്നാണ്. ഓക്കെ, ഇഫ് ദർ ഇസ് എ ക്യാരി. അതുകൊണ്ടാണ് ഞാൻ ആ കണ്ടീഷൻ അവിടെ മുകളിൽ എഴുതിയത്. നമ്മൾ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യേണ്ട നമ്പർ ഏത് നമ്പർ വെച്ചിട്ടാണോ സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ നമ്പറിൻ്റെ ആണല്ലോ ടൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ആ റിസൾട്ടിൽ ഒരു ക്യാരി ഉണ്ടെങ്കിൽ, if there is a carry, the number is positive number positive number ആണെന്നാണ് പറയുന്നത്. Okay, avoid the carry and the remaining is the answer. Correct ആണോ? If there is ഫസ്റ്റ് MSB ബിറ്റിന്റെ വാല്യൂ 1 ആണെങ്കിൽ പോസ്റ്റ്. അത് ക്ലിയർ ആയില്ലല്ലോ. അതിൽ എവിടെയാണ് ഡൗട്ട് വന്നത്? ഇല്ലില്ല, അത് തമ്മിൽ റിലേഷൻ ഇല്ല. അതിന് നിങ്ങളോട് പറയും സൈൻഡ് നമ്പർ ആണോ അൺസൈൻഡ് നമ്പർ ആണോ എന്ന് പറയും. ഇപ്പൊ അൺസൈൻഡ് നമ്പർ ആണെങ്കിൽ നിങ്ങൾ MSB ബിറ്റ് 1 ആണെന്ന് കരുതി നിങ്ങളത് ആ നമ്പർ നെഗറ്റീവ് നമ്പറായിട്ട് ഒരിക്കലും എടുക്കില്ല. അൺസൈൻഡ് എന്നല്ല, നമ്മൾ സാധാരണ ഒരു നമ്പർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1 ചേർത്തിട്ടുള്ള ഒരു നമ്പർ 1 ആണ് MSB വരുന്ന ഒരു നമ്പർ ആണെന്ന് വിചാരിക്കുക. ആ നമ്പറിന്റെ ടൂസ് കോംപ്ലിമെന്റ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ടൂസ് കോംപ്ലിമെന്റ് തന്നെ ചെയ്യും. എല്ലാ നമ്പറിനും ടൂസ് കോംപ്ലിമെന്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അപ്പം 1 അല്ല, ഇപ്പം സൈൻഡ് നമ്പർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ MSB ബിറ്റ് നമ്മൾ സൈൻ ബിറ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, ഇത് അങ്ങനെ പറയുമ്പോൾ മാത്രമേ നമ്മളത് MSB ബിറ്റ് 1 ആയിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. സോ നമ്മൾ നമ്പർ സിസ്റ്റം ഓൾമോസ്റ്റ് നമ്മൾ അത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.
നമ്മളിനി ശരിക്കും അതിൻ്റെ എക്സാക്ട് നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് കിടക്കണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് മൂന്നായിട്ടാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് നമ്പർ സിസ്റ്റവും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് നമ്പർ സിസ്റ്റവും അതിൻ്റെ ആ നമ്പർ സിസ്റ്റം പോർഷൻ നമ്മൾ കവർ ചെയ്തു, ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു. ഇനിയുള്ളത് ഡിജിറ്റൽ സർക്യൂട്ടാണ്, ഡിജിറ്റൽ ലോജിക് സർക്യൂട്ടാണ്. ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ആൻഡ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സ്. അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഈ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ എല്ലാ അതിൻ്റെ ഹാർട്ട് ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് ലോജിക്കൽ ഗേറ്റ്സ് ആണ്. സോ വി വിൽ സ്റ്റാർട്ട് ഡിജിറ്റൽ ലോജിക് circuits. So the heart of the system is logical gates. So എല്ലാ ഇതും നമ്മൾ ലോജിക്കൽ ഗേറ്റ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ലോജിക്കൽ ഗേറ്റ്സ് നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ലോജിക്കൽ ഗേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോജിക്കൽ ഗേറ്റ്സ് അതായത് ഡിജിറ്റൽ സർക്യൂട്ട്സ് എല്ലാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ ലോജിക്കൽ ഗേറ്റ്സ് വെച്ചിട്ടാണ്. ഈ ലോജിക്കൽ ഗേറ്റ്സ് generally classified into three. So generally classified into three. മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഈ ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ്. ദാറ്റ് ഈസ് വൺ ഈസ് അവർ ബേസിക് ഗേറ്റ്സ്. ഏതൊക്കെയാണ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയാം. Then second is our universal gates. And third one is my special gates. So we have basic gates, universal gates and special gates. ബേസിക് ഗേറ്റ്സിൽ വരുന്നതാണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഗേറ്റുകൾ. ദറ്റ് ഈസ് മൈ നോട്ട് ഗേറ്റ്, മൈ ആൻഡ് ഗേറ്റ് ആൻഡ് മൈ ഓർ ഗേറ്റ്. ദീസ് ആർ ബേസിക് ഗേറ്റ്സ്. ആൻഡ് ഓർ നോട്ട്, ഈ ഗേറ്റ്സുകളൊക്കെ ബേസിക് ഗേറ്റ്സ് ആയിട്ട് വരുന്നതാണ്. ദെൻ വി ഹാവ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ടുള്ള ഗേറ്റ്സുകൾ നാൻഡ് ആൻഡ് നോർ ആണ്. Why this is called a universal gate? ഈ യൂണിവേഴ്സൽ ഗേറ്റ്സ് വെച്ചിട്ട് we can construct all the gates. So that is why it is known as universal gates. ഇപ്പം ഒരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാം, നോട്ട് ഗേറ്റ് ഉണ്ടാക്കാം, ഓർ ഗേറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ഗേറ്റ്സ് ആയിട്ട് വരുന്ന എക്സ് നോർ ഗേറ്റുകളും നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാം. We can realize any gates, any logical. So that is very important. യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പോൾ ഒരു രണ്ട് യൂണിവേഴ്സൽ ഗേറ്റ് നാൻഡ് ഓർ നോർ ഗേറ്റ് ഉണ്ടെങ്കിൽ ഈ ഗേറ്റുകളുടെ ഒന്നും ആവശ്യമില്ല. നോട്ട് ഗേറ്റിൻ്റെ, ആൻഡ് ഗേറ്റിൻ്റെ, ഓർ ഗേറ്റിൻ്റെയും എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിൻ്റെ, എക്സ്ക്ലൂസീവ് നോർ ഗേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എല്ലാം റിയലൈസ് ചെയ്തെടുക്കാം ഈ നാൻഡും നോറും വെച്ചിട്ട്. അത് നോക്കുക എങ്ങനെയാണ് റിയലൈസ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഓരോ സർക്യൂട്ട്സ് റിയലൈസ് ചെയ്യുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ ബേസിക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ സർക്യൂട്ട്സ് വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ സമയം എടുക്കും. അപ്പോൾ ഈ ബേസിക്കുകൾ നിങ്ങൾക്ക് തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. Then we can have XOR gate and XNOR gate. Okay. These are the special gates. Okay. So basic gates, universal gate and special gates. So നമ്മൾ ബേസിക് ഗേറ്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസിക് ഗേറ്റ്സ് ആയിട്ടുള്ള നോട്ട് ഗേറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് അതിന് ജനറലി അത് ടേംഡ് ആസ് ഇൻവെർട്ടർ എന്നാണ് പറയുന്നത്. ഇൻവെർട്ടർ അതായത് അത് ഇൻവെർട്ട് ചെയ്യും. നോട്ട് ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള
ഗേറ്റ് ആണ്. ഇറ്റ് ഹാസ് വൺ ഇൻപുട്ട്, ഒരു ഇൻപുട്ടേ ഉള്ളൂ, ആൻഡ് വൺ ഔട്ട്പുട്ട്. സോ അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതാണ്. സിംബോളിക് this is A input and Y output. This is my input side, and this is my output side. So this is my gate. So ഒരു ട്രയാങ്കിൾ ഇട്ടിട്ട് അതിലൊരു ബബിൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദറ്റ് ഈസ് സിംപ്ലി എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇൻവെർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു, ഇനി ഈ ഗേറ്റ്സിൽ വരുന്ന എല്ലാ ഡേറ്റയും നമ്മൾ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലാണ്. നമ്മൾ ഡിജിറ്റലിലെല്ലാം തന്നെ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലായിരിക്കും പറയുന്നത്. അപ്പോൾ എൻ്റെ ട്രൂത്ത് ടേബിൾ, എല്ലാ ഗേറ്റിനും ഇമ്പോർട്ടൻ്റ് ആണ് ട്രൂത്ത് ടേബിൾ എന്ന കൺസെപ്റ്റ്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻപുട്ട് കണ്ടീഷനിലും അത് ഔട്ട്പുട്ട്, അതിൻ്റെ ട്രൂ കണ്ടീഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 1 ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ ട്രൂ കണ്ടീഷൻ എന്ന് ജനറലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇപ്പം എക്ക് വരാവുന്ന കണ്ടീഷൻസ്, ഇൻപുട്ടിന് വരാവുന്ന കണ്ടീഷൻ ഐദർ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. 2 ഇൻപുട്ടേ ഉള്ളൂ, 2 ഇൻപുട്ടല്ല, ഒരു ഇൻപുട്ടേ ഉള്ളൂ. ആ ഇൻപുട്ടിൻ്റെ കണ്ടീഷൻസ് ഐദർ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം. സോ വി ക്യാൻ ഹാവ് 1 0. ദാറ്റ് മീൻസ് ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 1 ആവും, ഇൻപുട്ട് 1 ആവുമ്പോൾ ഔട്ട്പുട്ട് 0 ആവും. സോ ഇറ്റ്സ് കോംപ്ലിമെൻറ്റിങ്. ഇൻവെർട്ടർ ഈസ് ജസ്റ്റ് മീൻസ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ദ ഇൻപുട്ട്. ഔട്ട്പുട്ടിൽ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും കിട്ടുക. 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. സോ ജനറലി ദ കോംപ്ലിമെൻറ്റ് വിൽ റെപ്രസെൻറ്റ്, സോ y ഈസ് ഈക്വൽ ടു എ ബാർ. എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണ്, അതിൻ്റെ ഇൻവേർഷൻ എടുത്തു എന്നാണ്. ഓക്കെ, എ ബാർ എന്നാണ് പറയുന്നത്. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് 1 ആവുന്നത്? 0 ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, 0നെ കോംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണ്. സംടൈംസ് ചിലപ്പോഴൊക്കെ ചില ആളുകൾ ഇങ്ങനെയും ഇത് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. കോമൺലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ ബാർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ സ്ലാഷ് എന്ന് സംടൈംസ് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ള ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന് മാത്രമാണ് ഒരു ഇൻപുട്ട് ഉള്ളൂ, ബാക്കി എല്ലാ ലോജിക്കൽ ഗേറ്റിനും 2 ഇൻപുട്സുകളുണ്ട്. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. So we can go to the next gate, that is AND gate. Okay. AND gate has 2 input and 1 output, and its representation is like this. So we have 2 inputs, A, B, and 1 output, Y. Okay. So this will be represented as A and B. This dot represented as A and B എന്നാണ്. A dot B എന്നല്ല പറയുന്നത്, A and B. അപ്പോൾ ഈ ഡോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം A and B എന്നാണ്. ഇനി എവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഡോട്ട് പറയുന്നു, ഞാൻ പറഞ്ഞ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കേസിലാണ് കേട്ടോ. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ കേസിൽ എവിടെയൊക്കെ ഈ ഡോട്ട് പറയുന്നുണ്ടോ അതിൻ്റെ അർത്ഥം A and B എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് 2 ഇൻപുട്ട് ഉണ്ടായ കാരണം നമുക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. സോ മൈ ട്രൂത്ത് ടേബിൾ ഫോർ ആൻഡ് ഗേറ്റ്, ഇതാണ് ട്രൂത്ത് ടേബിൾ ഫോർ ആൻഡ് ഗേറ്റ് വരിക. എ ബി വൈ, ദിസ് ഈസ് എ ബി എന്ന് പറയുന്നത് എൻ്റെ ഇൻപുട്ടാണ്, വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്. സോ 2 ഇൻപുട്ട് ഉണ്ടായ കാരണം എനിക്ക് 4 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 കണ്ടീഷൻ? ഐദർ എൻ്റെ ഇൻപുട്ട് 0 0 കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻപുട്ട് 0 1 കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻപുട്ട് 1 0 കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻപുട്ട് 1 1 കൊടുക്കാം. സോ ദീസ് ആർ ദ 4 കണ്ടീഷൻ. ഇപ്പോൾ 2 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 4 കണ്ടീഷൻ ഉണ്ടാവും. 3 ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 8 കണ്ടീഷൻസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ എത്ര ഇൻപുട്ട് ഉണ്ട് നമുക്ക്? ഇഫ് യു ഹാവ് n ഇൻപുട്ടാണ് ജനറൽ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ 2n ഇൻപുട്ട് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് ഉണ്ടായാലും 4 കണ്ടീഷൻസ് ഉണ്ട്. 3 ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് 8 കണ്ടീഷൻസ് വരും. ഓക്കെ, എ ആൻഡ് ബി
എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രണ്ടും, അങ്ങനെയാണ് പറയുന്നത്. രണ്ടും എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ, എയും ബിയും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്നാണ് പറയുന്നത്. എയും ബിയും ട്രൂ ആണെങ്കിൽ, ട്രൂ എന്ന് പറയുന്നത് 1 ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ ട്രൂ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഫാൾസ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് 0 ആയിട്ടുള്ള കണ്ടീഷൻസാണ് ഫാൾസ് കണ്ടീഷൻ എന്ന് ജനറലി പറയുന്നത്. ട്രൂ കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആവുന്ന കണ്ടീഷൻസ് ആണ്. അപ്പം എ ആൻഡ് ബി രണ്ടും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്നാണ് പറയുന്നത്. അപ്പം 0 വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. 1 വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. 1 വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ്. 1 വന്നു കഴിയുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. രണ്ടും ട്രൂ ആവുന്ന കണ്ടീഷൻസ് മാത്രമേ ഔട്ട്പുട്ട് ട്രൂ ആവുന്നു. സോ ദാറ്റ് ഈസ് ആൻഡ് ഗേറ്റ്. രണ്ടും ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആണ്. രണ്ടും എ ആൻഡ് ബി ബോത്ത് ഇൻപുട്ട് ട്രൂ, output is true. Okay. Then we have the next gate, and one more thing I have to explain in this portion, that is and laws. നമുക്ക് 3 ലോസ് ഉണ്ട് ആൻഡിന്. ആ ലോയോടെ പറഞ്ഞ് ആൻഡ് ലോസ് ഏതൊക്കെയാണ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് എ ആൻഡ് 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എ ആൻഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് എപ്പോഴും 1 ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് എപ്പോഴും വേരിയബിൾ ആണ്. എന്നാൽ എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നാണ്. ഇപ്പം ഞാൻ ഈ ഒരു കണ്ടീഷൻസ് എടുക്കുകയാണ്. ഈ ഒരു കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് എപ്പോഴും 1 ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് ബി ആണ് വേരി ചെയ്യുന്നത്. ബി വേരി ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്താണ്, എന്താണോ ബി അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ഇൻപുട്ട് എപ്പോഴും 1 ആണ്, മറ്റേ ഇൻപുട്ട് എന്താണോ അതായിരിക്കും ഔട്ട്പുട്ട്. 0 ആണെങ്കിൽ 0, 1 ആണെങ്കിൽ 1. സോ ദാറ്റ് മീൻസ് എ ആൻഡ് 1 മീൻസ് എ. ഇങ്ങനെയാണ് വന്നത്. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 1 ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കരുത്. ഇവിടെ ഒരു ഇൻപുട്ട് 1 ആണ്, എന്താണോ അപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ഇവിടെ ഈ കണ്ടീഷനിൽ നമ്മൾ ബി ആണ് വേരിയബിൾ, എ എന്ന് പറയുന്നത് 1 ആക്കി എടുത്തേക്കാണ്. ഞാൻ ജനറലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. സോ വി ക്യാൻ ഹാവ് വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ബി ദ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് 1 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൻഡ് ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഓക്കെ. ദെൻ വി ക്യാൻ ഹാവ് എ ആൻഡ് 0. ഒരു ഇൻപുട്ട് എപ്പോഴും 0 ആക്കി വെച്ചിരിക്കുകയാണ്, ഔട്ട്പുട്ട് എപ്പോഴും 0 ആണ്. വാട്ട് എവർ ദിസ് ഇൻപുട്ടിന് ഒരു കണ്ടീഷനും ഇല്ല. ഓക്കെ. ദെൻ വി ക്യാൻ ഹാവ് എ ആൻഡ് എ. രണ്ട് ഇൻപുട്ടിലും ഒരു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു ഇൻപുട്ട് തന്നെയാണ്, ഒരു ഡേറ്റ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ രണ്ട് ഇൻപുട്ടും സെയിം ആവുന്ന കണ്ടീഷൻ നോക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഇൻപുട്ടും സെയിം ആവുന്ന കണ്ടീഷൻ ഈ കണ്ടീഷനാണ്. അപ്പം എന്താണോ ഇൻപുട്ട് 0 ആണെങ്കിൽ 0 വരും, 1 ആണെങ്കിൽ 1 വരും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ എയും ബിയോടെ ഞാൻ ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ പിന്നിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എ 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആവും, എ 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. അപ്പോൾ വാട്ട് എവർ ദ എ ദാറ്റ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ദ ഔട്ട്പുട്ട്. സോ ദീസ് കണ്ടീഷൻസ് ആർ ദീസ് ലോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ ബൂളിയൻ എക്സ്പ്രഷൻസ്, ഡിജിറ്റൽ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ആ ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാര്യം വളരെ, ഈ ലോസ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഇത് എളുപ്പമായാലും നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഈ ലോസ് കറക്റ്റായിട്ട് നിങ്ങളുടെ മെമ്മറിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി ആൻഡ് ഗേറ്റിൻ്റെ സ്വിച്ചിങ് അനലോഗിയാണ് പറയുന്നത്. സ്വിച്ചിങ് അനലോഗി അതോടെ കഴിഞ്ഞ് ആൻഡ് ഗേറ്റിൻ്റെ കംപ്ലീറ്റ് ആയി. സോ ഇൻ സ്വിച്ചിങ് അനലോഗി that will be represented by സ്വിച്ച് ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് എ എന്ന് പറഞ്ഞ സ്വിച്ച്, അതുപോലെ ദിസ് ഇസ് ബി എന്ന് പറഞ്ഞ സ്വിച്ച്, ആൻഡ് നമ്മളിവിടെ ഒരു ബൾബ് കൊടുത്തിരിക്കുകയാണ്. ദിസ് ഇസ് കമ്പാർട്ട് +5 volt or something like. ഓക്കെ. അപ്പോൾ സ്വിച്ചിങ് അനലോഗിയിൽ നമ്മൾ ജസ്റ്റ് പറയുന്ന സീരീസ് അനലോഗിയാണ്. ഇപ്പം ഇതിനകത്ത് സ്വിച്ച് കണ്ടീഷൻ
സ്വിച്ച് എന്ന് പറയുന്നത് ഓപ്പൺ, ഇൻപുട്ട് 0 ആവുമ്പോൾ ഓപ്പൺ ആണ്. ക്ലോസ്ഡ് എന്ന് പറയുന്നത് ഇൻപുട്ട് 1 ആവുമ്പോഴാണ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പം 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് കണ്ടീഷൻ എയും ബിയും 0 എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പൺ കണ്ടീഷനാണ്. രണ്ട് സ്വിച്ച് ഓപ്പൺ ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. അപ്പം LED എന്ത് ബൾബാണോ LED ആണോ വാട്ടെവർ ഇറ്റ് മേ ബി അത് ഗ്ലോ ചെയ്യില്ല. അതായത് ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. ഇപ്പം A0 B1 ആണെങ്കിൽ ബി ക്ലോസ്ഡ് ആണെങ്കിലും സർക്യൂട്ട് ഇവിടെ ക്ലോസ് ചെയ്യില്ല. കാരണം ഇത് സീരീസ് സർക്യൂട്ടാണ്. സോ ഏതെങ്കിലും ഒരെണ്ണം ഓപ്പൺ ആണെങ്കിൽ, ഏതെങ്കിലും ഇൻപുട്ട് 0 ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, LED ഗ്ലോ ചെയ്യത്തില്ല. രണ്ടും ക്ലോസ്ഡ് ആണെങ്കിൽ, അതായത് രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ മാത്രമാണ് രണ്ടും ക്ലോസ്ഡ് ആവുള്ളൂ. അപ്പോൾ മാത്രമാണ് ഇതിലൂടെ കറണ്ട് പോയി LED ഗ്ലോ ചെയ്യും. അപ്പോൾ സ്വിച്ചിങ് അനലോഗി ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ ഈ സ്വിച്ചിങ് അനലോഗി തന്നിട്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ഗേറ്റിനെയാണെന്ന് നിങ്ങളോട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ സ്വിച്ചിങ് അനലോഗിയിൽ നമ്മൾ സീരീസ് അനലോഗി ആണെങ്കിൽ അത് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണ്. കറക്റ്റായി എന്ന് വിചാരിക്കുകയാണ്. ദെൻ വി ക്യാൻ ഹാവ് നെക്സ്റ്റ് ഗേറ്റ്, ദാറ്റ് ഈസ് OR ഗേറ്റ്. So OR gate is represented as, this will be represent an OR gate. This is A, this is B, and this is Y, out Y. And ഇത് പറയുന്നത് A or B എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് A or B എന്നാണ്. ഇത് A+B എന്ന് നിങ്ങൾ വായിക്കരുത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് OR സിമ്പിളിനെയാണ്. സോ OR സിമ്പിളൊക്കെ നമ്മൾ ആൻഡ് സിമ്പിളൊക്കെ ഡോട്ട് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പോലെ OR സിമ്പിളൊക്കെ നമ്മൾ പ്ലസ് ഇട്ടിട്ടാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് വായിക്കുന്നത് A or B എന്നാണ്. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്, സോ ഇഫ് വി ഹാവ് ഇൻപുട്ട് 2 ഇൻപുട്ട്സ് ഉള്ള കാരണം നമുക്ക് 4 കണ്ടീഷൻ 4 കണ്ടീഷൻ ഇതിനും വരും, ഇൻപുട്ടിന് കണ്ടീഷൻസ് വരും. ദിസ് ഈസ് 0 0 0 1 1 0 ആൻഡ് 1 1 കണ്ടീഷൻ. ഇത് പറയുന്നത് A or B, ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. A or B, ഐദർ A or B ട്രൂ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. ഫസ്റ്റ് കണ്ടീഷൻ രണ്ടും ട്രൂ അല്ല, അത് കാരണം ഔട്ട്പുട്ട് 0. ഇതിനകത്ത് ഒരെണ്ണം ട്രൂ ആണ്, ഒരു ഇൻപുട്ട് ട്രൂ ആണ്, B ട്രൂ ആണ്, സോ ഔട്ട്പുട്ട് 1. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി. 1 or 0 1 1 or 1 1 രണ്ടും ആയി കഴിഞ്ഞാൽ ട്രൂ ആണ്. ഏതെങ്കിലും ഒരെണ്ണം ഈവൻ ഏതെങ്കിലും ഒരെണ്ണം ആയാലും ഔട്ട്പുട്ട് ട്രൂ ആണ്. സോ ദിസ് ഈസ് ദ കണ്ടീഷൻ A or B എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, അതിന് ഓറിനും ലോസ് ഉണ്ട്. Or loss can have, that is if like that A or 1. What is A or 1? അതായത് ഒരു ഇൻപുട്ട് എപ്പോഴും 1 ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് വേരിയബിൾ ആണ്, അതായത് A ആണ്. A ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും 1 ആണ്. സോ A or 1 is 1. Then what is A or 0? ഒരു ഇൻപുട്ട് എപ്പോഴും 0 ആണ്, അടുത്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അപ്പം 0 1, ദാറ്റ് മീൻസ് 0 ആണെങ്കിൽ 0 1 ആണെങ്കിൽ 1. സോ A എന്താണോ ആ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് A or A. A or A എന്ന് പറയുന്നത് രണ്ടോടെ ഷോർട്ട് ചെയ്തിട്ട് ഒറ്റ ഇൻപുട്ട് കൊടുക്കുകയാണ്. അതായത് 0 ആണെങ്കിൽ രണ്ട് 0 ആയിരിക്കും, സോ 0. 1 ആണെങ്കിൽ രണ്ടും 1 ആയിരിക്കും, സോ 1. സോ വാട്ട് എവർ ഈസ് A. These are the OR laws. And we can have the OR gate switching analogy, and the switching analogy is a parallel circuit. So we can have a parallel circuit. This is A switch and this is B switch. And this is my
LED. This is plus 5 voltage and രണ്ടും ഓപ്പൺ ആണെങ്കിൽ ഇതിലൂടെ കറണ്ട് പോവില്ല. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലൂടെ കറണ്ട് പോകും. ബി ക്ലോസ്ഡ് ആണെങ്കിൽ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. എയും ബിയും ക്ലോസ്ഡ് ആണെങ്കിൽ രണ്ടിലൂടെ ഒരുപോലെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്ത് അതിലെത്തും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്വിച്ചിങ് അനലോഗി. ഓക്കെ, സോ ദീസ് ആർ വെരി ഫണ്ടമെൻ്റൽ. നിങ്ങൾ അത് ഓർത്തിരുത്തോളണം എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ദ യൂണിവേഴ്സൽ ഗേറ്റ്. നമ്മളിതിപ്പോൾ 3 ബേസിക് ഗേറ്റുകളാണ് പറഞ്ഞത്. യൂണിവേഴ്സൽ ഗേറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണ്, നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് ആണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ഫോർ നാൻഡ് ഗേറ്റ്. So NAND gate is simply an AND gate plus a NOT gate. AND plus NOT gate ആണ് NAND എന്ന് പറയുന്നത്. അപ്പോൾ ആൻഡിൻ്റെ കൂടെ ഒരു നോട്ടോടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NAND ഗേറ്റ് കിട്ടും. ഓക്കെ, സോ നമ്മളത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരു AND ഗേറ്റ് ഉണ്ടാവും. സോ ഐ ക്യാൻ ഹാവ് ആൻ AND ഗേറ്റ്. AND ഗേറ്റിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. AND ഗേറ്റിൻ്റെ സിമ്പിൾ പ്ലസ് എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എ ആൻഡ് ബി ആയിരിക്കും. ഇവിടെ കിട്ടുന്ന എ ആൻഡ് ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ വൈ ആണെന്ന് വിചാരിക്കുക, ഇവിടെ കിട്ടുന്നത് വൈ ബാർ ആയിരിക്കും കിട്ടുന്നത്. അതിന് നോട്ട് ചെയ്യുന്നതാണ്, കോംപ്ലിമെൻ്റ് ചെയ്യുന്നതാണ്. സോ ദിസ് ഈസ് സർക്യൂട്ട് സിമ്പിൾ എന്ന് പറയുന്നത് ഇത് സിംബോളിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ആൻഡ് ഗേറ്റും അതിൻ്റെ ഒരു നോട്ട് ഗേറ്റും. ആ നോട്ട് ഗേറ്റിന് ജസ്റ്റ് ഒരു ബബിൾ ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ട്രയാങ്കിൾ വരയ്ക്കാതെ ജസ്റ്റ് ഒരു ബബിൾ ഇട്ടിട്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് സർക്യൂട്ട് സിമ്പിൾ. ദിസ് ഈസ് ദ സിമ്പിൾ ഫോർ നാൻഡ്. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ബിക്കോസ് ദീസ് ആർ യൂണിവേഴ്സൽ ഗേറ്റ്. ഈ ഗേറ്റ് വെച്ചിട്ട് നമുക്ക് ഏത് ഗേറ്റും റിയലൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ, സോ വി ക്യാൻ ഹാവ് ട്രൂത്ത് ടേബിൾ. A, B, Y. So these are the different conditions: 0, 0, 0, 1, 1, 0 and 1, 1. നമുക്ക് ആൻഡ് ഗേറ്റിൻ്റെ അറിയായിരുന്നു. ആൻഡ് ഗേറ്റിൻ്റെ എന്തായിരുന്നു, രണ്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. അപ്പോൾ ആൻഡ് ഗേറ്റിൻ്റെ 0, 0, 0, 1 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്ത് എന്ത് കിട്ടും, 0, 0, 0, 1 ആയിരുന്നു. സോ നമുക്ക് എന്ത് കിട്ടും, 1, 1, 1, 0 എന്ന് കിട്ടും. സോ യു ഗെറ്റ് 1, 1, 1, 0. കാരണം ആൻഡ് ഗേറ്റിനെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് നോട്ട് ഗേറ്റ് കിട്ടുന്നത്. സോ 1, 1, 1, 0 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി റെപ്രസെൻറ്റഡ് ആസ് എ ആൻഡ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, എ ആൻഡ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ നാൻഡ് ഗേറ്റ് ഡിഫറെൻറ്റ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ആൻ NAND gate act as a NOT gate. Okay, so NAND as NOT. NAND as NOT. സോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ അറിയാം, ഇപ്പം നമുക്കറിയാം നോട്ട് ഗേറ്റിന് ഒരു ഇൻപുട്ടേ ഉള്ളൂ, ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ, ഒറ്റ ഔട്ട്പുട്ടേ ഉള്ളൂ. അപ്പോൾ എയും ബിയോടെ ഞാൻ ഷോർട്ട് ചെയ്യുകയാണ്. രണ്ട് ഇൻപുട്ടോടെ ഷോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും,
രണ്ട് ഇൻപുട്ട് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐദർ ദിസ് കണ്ടീഷൻ ആയിരിക്കും അല്ലെങ്കിൽ ദിസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആവുന്നത്? ഈ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. അത് തന്നെയാണ് നമുക്ക് നോട്ട് ഗേറ്റിൽ വേണ്ടത്. അപ്പോൾ രണ്ട് ഇൻപുട്ടോടെ ഞാൻ എൻ്റെ നാൻഡ് ഗേറ്റിൻ്റെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ദിസ് ഈസ് മൈ നാൻഡ് ഗേറ്റ് ആൻഡ് ബോത്ത് എ ആൻഡ് ബി ആർ ഷോർട്ടഡ് and given as a single input, then that is a y, that is y is equal to a bar ആയിട്ടാണ് തന്നെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ രണ്ട് ഇൻപുട്ടോടെ ഷോർട്ട് ചെയ്ത് ഒറ്റ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്, സിംപ്ലി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. ഫ്രം ദി ട്രൂത്ത് ടേബിൾ വി ക്യാൻ പ്രൂവ് ദാറ്റ് ഇഫ് രണ്ട് ഇൻപുട്ട് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ദിസ് കണ്ടീഷൻ ഓർ ദിസ് കണ്ടീഷൻ 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 0 ആവും. സോ ദിസ് ഈസ് ഹൗ ദ നാൻഡ് ഗേറ്റ് ക്യാൻ ബി ആക്ട് ആസ് എ നോട്ട് ഗേറ്റ്. അപ്പോൾ ഒരു നാൻഡ് ഗേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ഗേറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഒരു നാൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ആൻഡ് വൺസ് ഇത് നാൻഡ് ഗേറ്റ് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ നോർ ഗേറ്റ് നിങ്ങൾ തന്നെ നോക്കിയോളൂ എങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോ NAND gate as AND gate. എന്താ ചെയ്യാൻ പറ്റും? നമ്മളൊരു നാൻഡ് ഗേറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഒന്നോടെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ആവും അല്ലേ? അതായത് ഇപ്പം എനിക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ അറിയാം. ഇപ്പം ഞാനിപ്പം ഒരു നാൻഡ് ഗേറ്റ് എടുക്കുകയാണ്. സോ ഇഫ് യു ഹാവ് എ നാൻഡ് ഗേറ്റ് and A, B, so the output is A dot B the whole complement ആയിട്ട് കിട്ടി. അപ്പോൾ A dot B the whole complement കിട്ടി. എനിക്ക് എന്താണ് വേണ്ടത്? ആൻഡ് ഗേറ്റ് ആണ് വേണ്ടത്. ആൻഡ് ഗേറ്റ് വേണമെങ്കിൽ ഇത് നമുക്കറിയാം A ഡബിൾ ബാർ ഈസ് A ഡബിൾ ബാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ A എന്ന് പറയുന്നത് 0 ആണെന്ന് കരുതുക, അതിന് കോംപ്ലിമെൻറ്റ് ചെയ്താൽ 1 ആവും, ഒന്നോടെ കോംപ്ലിമെൻറ്റ് ചെയ്താൽ 0 ആവും. സോ ഈ എ ബിനെ ഒന്നോടെ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ ബി ഡബിൾ ബാർ ആവും, എ ആൻഡ് ബി ഡബിൾ ബാർ ആവും, അപ്പം അത് എ ബി ആവും. സോ അത് രണ്ടോടെ ഷോർട്ട് ചെയ്ത് അതിന് നോട്ട് ഗേറ്റ്, ഒരു നാൻഡ് ഗേറ്റിന് നോട്ട് ഗേറ്റ് ആക്കിയേക്കുവാണ്. ദിസ് ഇസ് സിംപ്ലി എ നോട്ട് ഗേറ്റ്. സോ വി ക്യാൻ ഹാവ് എ ബി ഡബിൾ ബാർ, സിംപ്ലി എ ആൻഡ് ബി. ക്ലിയർ? അപ്പോൾ ദിസ് ഈസ് ഹൗ വി ക്യാൻ കൺസ്ട്രക്ട്. അപ്പം കൂടുതൽ ഗേറ്റുകൾ വേണ്ടി വരും, പക്ഷെ നമുക്ക് ഏത് ഗേറ്റിനെ നമുക്ക് റിയലൈസ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ വി ക്യാൻ ഓൾസോ ക്രിയേറ്റ് ദ നാൻഡ് ഗേറ്റ് ആസ് ഓർ ഗേറ്റ്. എങ്ങനെയാണ് നമുക്ക് ഓർ ഗേറ്റിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം what is നമുക്ക് വേണ്ടത് y ഈസ് ഈക്വൽ ടു എ ഓർ ബി എന്ന് പറഞ്ഞ ടേമിലാണ് വേണ്ടത്. പക്ഷെ നമുക്കുള്ളത് നാൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനെ നാൻഡിൻ്റെ ഫോമിലാക്കണം. നാൻഡിൻ്റെ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോമാണ്? എക്സ് ഓർ വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഫോമാണ് നാൻഡിൻ്റെ ഔട്ട്പുട്ട് തരുന്നത്. ഇപ്പോൾ എക്സ് ഇൻപുട്ടും വൈ ഔട്ട്പുട്ടും ഉണ്ടെങ്കിൽ എക്സ് ആൻഡ് വൈ ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഫോമിലാണ് നമുക്ക് നാൻഡിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ആ ഫോമിലേക്ക് ഈ ടേമിനെ നമ്മൾ മാറ്റണം. സോ ദിസ് ഈസ് വാട്ട് വി വാണ്ട്. നമുക്ക് വേണ്ടത് ഈ ഫോമിലാണ് വേണ്ടത്. നമുക്ക് പക്ഷെ കിട്ടുന്നതെല്ലാം ഗേറ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഈ ഫോമിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഫോമിലേക്ക് മാറ്റണം. സോ ടു കൺവേർട്ട് ഇൻ ടു ദാറ്റ് ഫോം ഐ ജസ്റ്റ് മെയ്ഡ് ഐ നോ എ ഡബിൾ കോംപ്ലിമെൻറ്റ് ഈസ് എ ആണെന്നറിയാം. So if A double complement is A, Y double complement is Y. So I just take Y double complement. So we can have A or B the double complement. Okay. So before that, I just want to mention one more thing. That is, നമ്മളത് പഠിക്കാതെ വിട്ടതാണ്. We can have the De Morgan's law. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോയാണ് ഡിജിറ്റൽ സർക്യൂട്ടിൽ ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് രണ്ട് ലോ ഉണ്ട്. So in De Morgan's law, what he said is
പറഞ്ഞോ. പറഞ്ഞോ. ആ ആ അത് കഴിഞ്ഞിട്ട് സിംപ്ലി ഒരു നോട്ട് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആൻഡ് ഗേറ്റ് യൂസിങ് നാൻഡ് ഗേറ്റ് ഒള്ളിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കി എങ്ങനെയാണ് ഒരു ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നാൻഡ് ഗേറ്റ് ഒരു ആൻഡ് ഗേറ്റ് ആക്കണമെങ്കിൽ നാൻഡ് ഗേറ്റ് മാത്രം വെച്ചിട്ടാണ് എനിക്കൊരു ആൻഡ് ഗേറ്റ് ഉണ്ടാക്കാൻ പോകുള്ളൂ. മനസ്സിലായോ? കാരണം അത് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. അപ്പൊ അതിന്റെ കൂടെ വേറെ ഗേറ്റുകളൊന്നും ഉപയോഗിക്കരുത്. ആ ഗേറ്റ് തന്നെ ഉപയോഗിച്ച് നമ്മൾ ഒരു കൺസ്ട്രക്ട് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, വേറെ ഗേറ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നാൻഡാസ് ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ വേറെ ഗേറ്റുകളൊന്നും ഉപയോഗിക്കരുത്. നാൻഡ് ഗേറ്റ് മാത്രം വെച്ചിട്ട് നമ്മൾ റിയലൈസ് ചെയ്യാനായിട്ട് നോക്കാം. സോ എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെന്റ്, ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ, ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ്. ദിസ് ഈസ് ദ ഫസ്റ്റ് റൂൾ. ഓക്കെ, നമുക്കത് ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് റിയലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ അതിന് പോകുന്നില്ല, റിയലൈസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. എ ആൻഡ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈസ് എ കോംപ്ലിമെന്റ് ഓർ ബി കോംപ്ലിമെന്റ്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് റൂൾ. ആൻഡ് ഇത് വെച്ചിട്ടുള്ള റിയലൈസേഷൻ ആണ് മിക്കപ്പോഴും നിങ്ങൾക്ക് വരും. ഓക്കെ, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ മനസ്സിലാക്കി വെക്കും. സോ ബാക്ക് ടു ദി ആക്ച്വൽ പ്രോബ്ലം. ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ നമ്മൾ ഇതിനകത്ത് ദിസ് വൺ ഞാനൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു ബ്രാക്കറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ഓൾ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഫ്രം ദാറ്റ് നമുക്കറിയാം എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. വാട്ട് ഈസ് എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെന്റ്? So the y double bar is equal to a or b the whole complement is equal to a complement or b complement ആണ്. അതിൻ്റെ മേളിൽ ഒരു കോംപ്ലിമെൻ്റ് അവിടെ ഉണ്ട്. സോ ഹോൾ കോംപ്ലിമെന്റ്. So this is what we get we take when we take the double complement. So ഇത് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റിന്റെ ഫോമിലാണ്. കൺസിഡർ let x is equal to a bar and y is equal to b bar എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get the y as x dot y the whole complement ഫോമിൽ കിട്ടും. സോ ദിസ് ഈസ് വാട്ട് വി വാണ്ട് ഫ്രം ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിലാണ് നമുക്ക് എല്ലാം കിട്ടുക. അപ്പോൾ ഇനീഷ്യലി നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറയുന്ന ഒരു എ ബാർ ടൈമിലാണ് വേണ്ടത്. സോ എ ബാർ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമുക്ക് എ ബാർ ആക്കണം. സോ നമ്മൾ കൊടുക്കുന്നത് എ ബി രണ്ട് ഇൻപുട്ടുകളെ കൊടുക്കുന്നുള്ളൂ. എ എന്ന് പറഞ്ഞ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എ ബാർ ആക്കണം ഇനീഷ്യലി. സോ ഐ ജസ്റ്റ് ടേക്ക് ദ എ ബാർ. എ ബാർ എടുക്കാൻ അതിൻ്റെ നോട്ട് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എ ബാർ കിട്ടും. സോ ജസ്റ്റ് ടേക്ക് ദ ബി ബാർ. സോ I got the b bar. And so this is simply ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത് എക്സ് ആണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് വൈ. ആൻഡ് ഇത് രണ്ടോടെ എക്സ് ഡോട്ട് വൈ ദ ഹോൾ കോംപ്ലിമെന്റ് കിട്ടാനായിട്ട് ജസ്റ്റ് ഒരു നാൻഡ് ഗേറ്റിലേക്ക് കൊടുത്താൽ മതി. I will get x dot y the whole complement, that is simply a bar dot b bar the whole complement, and this is simply a or. Clear right? Okay. So എനിക്കിപ്പം ഇതിൽ നിന്ന് തന്നെ ഞാൻ ജസ്റ്റ് പറയാം how I can create a NAND gate as OR gate ആയിട്ട് OR ആയിട്ടാണ് നമ്മൾ ചെയ്തത്. NOR gate ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? NOR gate ആക്കണി A or B the whole complement മതി.
അപ്പോൾ ഇവിടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഒരു നോട്ടോടെ കൊടുത്തു കഴിഞ്ഞാൽ എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. സോ സിംപ്ലി ഐ ജസ്റ്റ് പുട്ട് one more gate. So this is simply A ആണെങ്കിൽ A ബാർ കിട്ടി, ഇവിടെ B ആണെങ്കിൽ B ബാർ കിട്ടി, ഇവിടെ like that. If we take this is ഇവിടെ അപ്പോൾ സിംപ്ലി കിട്ടുന്ന A or B ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടത്. Again I take a complement. Okay, we get A or B or complement. That is simply the NOR gate. Simply implies. Okay, so like that we can also make the NOR gate, and in NOR gate we can have the same feature. നമുക്ക് എല്ലാ ഗേറ്റുകളും നമുക്ക് NOR ഗേറ്റ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് NOR ഗേറ്റ് മാത്രം പറയാം. നിങ്ങൾ ഈ NOR ഗേറ്റ് വെച്ചിട്ട് ഓരോ ഗേറ്റുകൾ റിയലൈസ് ചെയ്യാൻ നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. സോ അതിൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ NOR ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദ നെയിം ഓർ പ്ലസ് നോട്ട് ആണ്. ഓർ പ്ലസ് നോട്ട് ഗേറ്റ് ആണ് ആ NOR ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ വി ക്യാൻ ഹാവ് ദ സർക്യൂട്ട് സിമ്പിൾ ഈസ് സിംപ്ലി an OR gate plus a NOT gate. അതിൻ്റെ ഈക്വലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ബബിൾ ഇട്ടാൽ മതി. എങ്ങനെയാണോ AND ഗേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തു. ദിസ് ഈസ് the symbol of NOR gate. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അതിൻ്റെ ട്രൂത്ത് ടേബിൾ ആണ്. സോ my truth table will be A, B and Y, and this is 0 0 0 1 1 0 and 1 1. These are the main inputs. നമുക്ക് OR ഗേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ A or B എന്നായിരുന്നു. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് ഹൈ ആവുമെന്നാണ് പറഞ്ഞത്. സോ ഇൻ ദിസ് വി വിൽ ഗെറ്റ് ദ കോംപ്ലിമെൻറ്റ്. അപ്പം 1 1 1 ആയിരുന്നു, 0 1 1 1 ആയിരുന്നു A or B. അപ്പോൾ നമുക്ക് തിരിച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിയുമ്പോൾ 1 0 0 0 0. So when we take complement, we will get the answer like this. Okay. So ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സിംപ്ലി ഒരു ഒറ്റ ഗേറ്റ് ഞാൻ പറഞ്ഞു നിർത്താം. സിംപ്ലി ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ആൻ NOT ഗേറ്റ്, ദറ്റ് ഈസ് NOR as NOT. നമുക്ക് കാണുമ്പോൾ അറിയാം നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടോടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? 0 ആണെങ്കിൽ 1 1 ആണെങ്കിൽ 0. സോ അത് സിംപ്ലി ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് NOT ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഒരു NOR ഗേറ്റിൻ്റെ A B Y. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എയും ബിയോടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സൈഡ് ഷോർട്ട് ലൈക്ക് ദിസ്. എ 1 ആണെങ്കിൽ ബിയും 1 ആയിരിക്കും. സോ 0, ദാറ്റ് ഈസ് 1 ആണെങ്കിൽ 0 കിട്ടും, 0 ആണെങ്കിൽ 1 കിട്ടും. സോ ദിസ് ഈസ് ഹൗ സിംപ്ലി ഇറ്റ് വിൽ വർക്ക് ആസ് എ NOT ഗേറ്റ്. ലൈക്ക് ദാറ്റ് we can construct all the gate. That is why it is these NAND and NOR is not as generally known as universal gate. Okay, ഞാനൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്കിന് ശേഷം നമുക്ക് കാണാം. ഓക്കെ.